ആരാധിക്കുന്നവൻ ആവേശത്തിലല്ല, ആരാധിക്കുന്നവൻ ഒരു ബന്ധത്തിലാണ്. അവന് വാതിലുകൾ തുറന്നാലും, അവന്റെ ജീവിതത്തിൽ വാതിലുകൾ അടഞ്ഞു കിടന്നാലും, അവന്റെ ജീവിതത്തിൽ അസാധ്യതകളായിരിക്കുവാണെങ്കിലും, അവൻ ജയിലിലാണെങ്കിലും അവൻ ആരാധിച്ചു കൊണ്ടിരിക്കും. കാരണം അതൊരു ബന്ധമാണ്, ദൈവവുമായുള്ളൊരു ബന്ധമാണ്. ആ ബന്ധമാണ് അവനെ ആരാധിക്കുവാൻ സാധിക്കുന്നത്. ആ ബന്ധമാണ് അവനെ ആരാധിക്കുവാൻ, എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും നടന്നില്ലേലും ആരാധന എൻ്റെ ജീവിതത്തിൽ മുടങ്ങുകയില്ല. എപ്പോഴും ഞാൻ അവനെ ആരാധിക്കും, എപ്പോഴും ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ രക്ഷയും, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും, അവൻ എൻ്റെ ഗീതവുമെന്ന് ഞാൻ എപ്പോഴും അവനെ കുറിച്ച് പാടും. അതുകൊണ്ട് ആരാധിക്കുന്നത് എപ്പോഴും ചില കാര്യങ്ങൾ കിട്ടുന്നതിന്റെയോ കിട്ടാത്തതിന്റെയോ അടിസ്ഥാനത്തിലല്ല. എന്ത് നടന്നാലും എന്ത് നടന്നില്ലെങ്കിലും ഞാൻ അവനെ ആരാധിക്കും.